വിശദമായ വാർത്തകളിലേക്ക്. കഴിഞ്ഞ ദിവസം പൂനെയിൽ കൊല്ലപ്പെട്ട കിഴക്കാൽ കടവ് സ്വദേശിനി രസീലയുടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത്. നിരവധി പേരാണ് രസീലയുടെ വീട്ടിൽ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത്. കഴിഞ്ഞ ദിവസം പൂനെയിൽ കൊല്ലപ്പെട്ട കുരുവട്ടൂർ സ്വദേശി രസീലയുടെ മൃതദേഹം കിഴക്കാൽ കടവിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത്. നേരത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വീട്ടിലെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ചിരുന്നു. ചൊവ്വാഴ്ച രാവിലെ മുതൽക്കേ നിരവധി പേരാണ് രസീലയുടെ വീട്ടിലെത്തിയത്. അതേസമയം രസീലയുടെ ബന്ധുക്കൾക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരവും ബന്ധുവിന് ജോലിയും നൽകാമെന്ന് കമ്പനി അറിയിച്ചു. രസീലയുടെ മരണവിവരമറിഞ്ഞ് പൂനെയിലെത്തിയ ബന്ധുക്കൾക്ക് മുമ്പാകെയാണ് ഇൻഫോസിസ് അധികൃതർ നഷ്ടപരിഹാര തുകയും ജോലിയും നൽകാമെന്ന് രേഖാമൂലം അറിയിച്ചത്. തിങ്കളാഴ്ച വൈകിട്ടാണ് മരിച്ച രസീലയുടെ അച്ഛൻ രാജു, ഇളയച്ഛൻ വിനോദ് കുമാർ, അമ്മാവൻ സുരേഷ് എന്നിവർ പൂനെയിലെത്തിയത്. ശേഷം ഇൻഫോസിസ് അധികൃതരോടൊപ്പം ഇവർ സംഭവം നടന്ന കമ്പനിയുടെ 9ാം നിലയിലെത്തി സന്ദർശിച്ചു. കൊലപാതകം നടന്ന സ്ഥലം കാണാതെ മൃതദേഹം ഏറ്റുവാങ്ങുകയില്ലെന്ന് ബന്ധുക്കൾ അറിയിച്ചതോടുകൂടിയാണ് സംഭവം നടന്ന സ്ഥലം സന്ദർശിക്കാൻ ഇൻഫോസിസ് അധികൃതർ ഇവരെ അനുവദിച്ചത്. കമ്പ്യൂട്ടറിന്റെ വയർ കഴുത്തിൽ ചുറ്റിയാണ് കൊലപാതകം നടത്തിയതെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിട്ടുണ്ടെങ്കിലും കുട്ടിയുടെ മുഖം വികൃതമായ നിലയിലാണ്. മുഖത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലുമാണ്. അതുകൊണ്ടുതന്നെ ഒരാൾക്ക് മാത്രമായി കൊലപാതകം നടത്താനാവില്ലെന്നും സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും ബന്ധുക്കൾ പറയുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ 2:30യോടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായത്. 2 സിം കാർഡുകൾ ഉപയോഗിച്ചിരുന്ന രസീലയുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടതായി രക്ഷിതാക്കൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കുരുവട്ടൂർ.